അപ്പോൾ ചാലയിൽ നിന്ന് നമുക്കിപ്പോൾ ഗോപാലുണ്ട് തിരുവനന്തപുരത്ത്. ചാലയിലാണ് ഇന്നിപ്പോൾ ഉത്രാട ദിനത്തിൻ്റെ ഒരു പാച്ചിൽ കാണണമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് ശേഷം ചാല കമ്പോളത്തിലോട്ട് വരണം. എന്തൊരു തിരക്കാന്നറിയോ. അവിടെ രാമേന്ദ്രൻസ് എന്നൊക്കെ പറയുന്ന ചില ടെക്സ്റ്റൈലുകളുണ്ട്. ഞാൻ ഒരെണ്ണം പറഞ്ഞു എന്നേ ഉള്ളൂ. പോത്തീസ് ഉണ്ട്, അവിടെ കല്യാൺ ഉണ്ട്, അവിടെ ഇപ്പോൾ ഒരുപാട് പാർത്ഥാസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ടെക്സ്റ്റൈൽസുകളുണ്ട്. ഞാൻ എല്ലാം കൂടിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലേക്കൊക്കെ ഒരുപാട് ആളുകൾ വരും. അത്യാവശ്യം മോഡറേറ്റ് റേറ്റിലുള്ള ഷർട്ടും പാൻറ്റും അതായത് കുഞ്ഞുങ്ങൾക്കുള്ള സാധനങ്ങളും ഒക്കെ എടുത്താണ് പോവുക ബന്ധുവീടുകളിലേക്ക്. അതാണ് ഇവിടുത്തെ ഒരു തിരുവനന്തപുരത്തിൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മുടെ ഗോപാൽ എത്തിയിട്ടുണ്ട്. ഗോപാൽ, വെരി ഗുഡ് മോർണിംഗ്. ഉത്രാട ദിനാശംസകൾ ഗോപാൽ. രാവിലെ തന്നെ ചാല മാർക്കറ്റ് ഉണർന്നു കഴിഞ്ഞോ? ചാല മാർക്കറ്റ് ഉറങ്ങുന്നില്ലല്ലോ ഡോക്ടർ ഓണക്കാലത്ത്. കാരണം മലയാളിക്ക്, പ്രത്യേകിച്ച് തിരുവനന്തപുരംകാർക്ക് ചാല മാർക്കറ്റ് ഇല്ലാതെ ഒരു ഓണമില്ല എന്ന് തന്നെ പറയേണ്ടതാണ്. അതേ ഈ കാഴ്ച നമ്മുടെ ഈ സമയം കൃത്യമായി പറഞ്ഞാൽ 7:20 ചാല മാർക്കറ്റിലെ കാഴ്ചയാണ്. രാവിലെ ഒരു 5 മണി മുതൽക്കേ തന്നെ ചാലയിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകി എത്തുകയാണ്. കാരണം ഉത്രാടമാണല്ലോ. ഉത്രാടത്തിന് സാധനം വാങ്ങാൻ ചാലയല്ലാതെ അവർക്ക് വേറൊരു സ്ഥലമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചാല മാർക്കറ്റിലേക്ക് പച്ചക്കറിക്ക് ഈ മേഖലയാണെങ്കിൽ അപ്പുറത്ത് പൂവിപണിയുണ്ട്, പലചരക്ക് സാധനങ്ങളുണ്ട്, ഈ പൂജയും സാധനങ്ങളുമൊക്കെ സാമഗ്രികളുമൊക്കെ നടത്തുന്ന ഇടങ്ങളിലേക്കായിട്ട് വേറൊരു ഭാഗമുണ്ട്. അങ്ങനെ ആ നഗരത്തിന്റെ ഹൃദയഭാഗത്തായി ഈ ചാല ഇങ്ങനെ വിശാലമായി നെഞ്ചു വിരിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു 3 മണി ആകണം, കിളി പോവുക എന്ന് പറയുമല്ലോ, അങ്ങനെ കിളി പോവും ഈ സാധനം വാങ്ങാൻ വരുന്നവരുടെയും അതിനേക്കാൾ കൂടുതൽ ഇത് വിൽക്കാനായി ഇവിടെ നിൽക്കുന്നവരുടെയും ഒക്കെ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കൂടുതലൊന്നും വർത്തമാനം പറയുന്നില്ല. ഈ സാധനം വാങ്ങാൻ വന്നവരുടെയൊക്കെ ഒന്ന് പ്രതികരണം എടുത്ത് മുന്നോട്ട് പോവാം. ഉത്രാട ദിവസമാണ് സാധനം വാങ്ങാനായി ഇറങ്ങിയതാണ് അല്ലേ? തിരുവനന്തപുരം സ്വദേശി തന്നെ. എല്ലാ വർഷവും ആ ചാലയിൽ നിന്നാണോ സാധനം? ഓണം എവിടം വരെയൊക്കെ എത്തി? ഇപ്പോ ഇന്നത്തെ ഒരു സദ്യക്കുള്ള സാധനങ്ങളാണോ അതോ നാളത്തെ കൂടെ ചേർത്ത് വായിക്കുന്നത്? അപ്പോൾ അങ്ങനെ ആ ചാലയിൽ നിന്ന് തന്നെ സ്ഥിരമായി സാധനങ്ങൾ വാങ്ങുന്നവരൊക്കെയാണ് ഈ വരുന്നത്. അമ്മ ഒരു സെക്കൻഡ് അമ്മ സാധനങ്ങളൊക്കെ വാങ്ങിയോ? എവിടാ, വീട് എവിടെയാ? പ്രശാന്ത് നഗർ. എല്ലാ വർഷവും ചാലയിൽ നിന്നാണോ വാങ്ങുന്നത്? കച്ചവടമുണ്ട്. എല്ലാ സാധനങ്ങളും വാങ്ങിച്ചോ? എല്ലാം ഇനി വാങ്ങിക്കാണ്ട്, കത്തിരിക്കൊന്നും ഇല്ല. ടെൻഷൻ ഓടി എത്തണം. എന്ത് ചെയ്യാൻ ചെയ്യൂല്ലേ? വരവിനേക്കാളും ചെലവ്. എന്ത് ചെലവായി നമുക്ക് ഓണം ആഘോഷിക്കണ്ടേ? പിന്നെ അത് വേണം. ഓണം വിറ്റ് ഓണം ഉണ്ണോ തന്നെ ഉടനെ ഉണ്ണും. ഉത്രാടത്തിലുള്ള സദ്യസാധനങ്ങളൊക്കെ വാങ്ങിയോ അതോ നാളത്തെ കൂടെ ചേർത്ത് വാങ്ങിച്ചോടാൻ പോവാണ്? അപ്പോ ഹാപ്പി ഓണം. ചെലവാണെന്നേരത്ത് ഓണം ആഘോഷിക്കാതിരിക്കരുത്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കച്ചവടക്കാരുടെ കൂടെ ഒരു പ്രതികരണമൊക്കെ നമുക്കൊന്ന് തേടാൻ തോന്നുന്നു. കാരണം ഈ സാധനം വാങ്ങുന്നവരെ പോലെ തന്നെ പ്രധാനമാണല്ലോ ഈ വിൽക്കുന്നവരുടെ ഒരു റോളും ഇതിനകത്ത്. കാരണം ചാല എന്നൊക്കെ പറയുമ്പോൾ ഈ നമ്മൾ സാധാരണഗതിയിൽ നിന്നും പുറത്തെ മാർക്കറ്റുകളിൽ നിന്നൊക്കെ കുറച്ചുകൂടി വിലക്കുറവിൽ സാധനം കിട്ടുന്നൊരു പ്രദേശമാണ്. ചേട്ടാ, എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല. ഈ മഴയാണ് ഏറ്റവും വലിയ വിഷയം. സാധനങ്ങളെല്ലാം വില കുറവ്. ക്യാരറ്റൊക്കെ 30 രൂപ, 40 രൂപ, അങ്ങനെ ആ വിലകളുള്ളൂ. ബീറ്റ്റൂട്ടൊക്കെ 50 രൂപയൊക്കെ ഉള്ളൂ. എല്ലാ സാധനങ്ങളും മാങ്ങ 80, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ന് വെച്ചാൽ 160, 180 രൂപയൊക്കെ പോയി സാധനങ്ങളാണ്. തിരക്കുണ്ടോ? സാധാരണ തിരക്ക് ഇപ്പോൾ സാധാരണ ഒരു തിരക്കില്ല. ഇല്ല. ആളുകൾ ഈ ചാലയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സംഭവം ഉണ്ടോ? ഇങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എല്ലാ വീടുകളിൽ കൊണ്ട് കൊടുക്കുകയല്ലേ സാധനങ്ങൾ. ഡോർ ഡെലിവറിയും മാളുകളൊക്കെ അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മുടെ ഓണം എങ്ങനെയാ? നമ്മൾ കച്ചവടക്കാരുടെ ഓണം എങ്ങനെയാ? നമ്മൾ കുഴപ്പമൊന്നുമില്ല. നമ്മളങ്ങനെ ഹാപ്പി. കട അടയ്ക്കും? ഇന്ന് അടയും. ഇനി 2 ദിവസം ഓണം. അങ്ങനെ അവർക്കും ഇന്നത്തെ ദിവസം ഒന്ന് ഈ കച്ചവടം മുഴുവൻ തീർത്തിട്ട് കടയടയ്ക്കുക. അമ്മേ, തിരക്കാണോ? അമ്മേ തിരക്കാണോ? വിലപേശുന്നതിന്റെ തിരക്കാണ്. നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാരണം സാധനം വാങ്ങിയെടുക്കണമല്ലോ. ഈ സാധനങ്ങളെ 10 രൂപയ്ക്ക് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതെ, 5 രൂപയ്ക്ക് 5 രൂപ, 10 രൂപയ്ക്ക് 10 രൂപ. അങ്ങനെ ലാഭം കിട്ടുമോ എന്നുള്ളതാണ്. അതെ, ഓക്കെ. അപ്പോൾ പച്ചക്കറിയൊക്കെ അപ്പോൾ ഗോപാൽ ശില സനൽ ആണ് ചാല കമ്പോളത്തിലുള്ളത്. നല്ല പയറ്, നല്ല മുളക് അല്ലേ, എല്ലാ പച്ചക്കറികളും ഇങ്ങനെ അവിടെ നിൽപ്പുണ്ട്. അതേപോലെ നല്ല പൂക്കൾ പ്രേക്ഷകർക്ക് കാണാം. അപ്പോൾ ഗോപാൽ ശില സനലാണ് നമുക്കിപ്പം ചാലയിൽ നിന്ന് ചേർന്നത്.